hello. Welcome you all to Entry App. I am Kavya. ഒരു അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക അതും ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു മോഹം കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പാസ് ആവേണ്ട ഒരു എക്സാം ആണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായുള്ള വ്യക്തമായുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായി സാധിക്കാറില്ല. അപ്പം എൻട്രി ഇന്ന് ഒരു 60 days സ്മാർട്ട് സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ, ഏതൊക്കെ ദിവസം ഏതൊക്കെ പോർഷൻ ആണ് ഞങ്ങൾ പഠിക്കേണ്ടതെന്ന്. ഡേ 1ന്റെ കാര്യം എടുത്താൽ ഇവിടെ ഞങ്ങൾ ഹവർ ഉൾപ്പെടെയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ്, ബേസിക് ലെവൽ അതായത് ക്ലാസ് 10 ലെവൽ വരെ ഉള്ളതാണ് പഠിക്കേണ്ടത്. പിന്നീട് ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ, കേരള സ്റ്റഡീസ്, സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്. ഡേ 2ലേക്ക് കടന്നാൽ ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ ഞങ്ങളിവിടെ ഹവർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതേപോലെ കേരള സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്സ് മുതലായവ. ഡേ 3ലേക്ക് കടന്നാൽ അവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ, കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനാലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറസി സ്കിൽ, പാറ്റേൺ റിക്കഗ്നീഷൻ ആൻഡ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ റിക്കഗ്നീഷൻ പഠിക്കുന്ന സമയത്ത് ഇത് ന്യൂമറസി സ്കില്ലും അതുപോലെ ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനാലിറ്റിക്കൽ എബിലിറ്റി ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനൊരു വേറൊരു ദിവസം കൂടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനാലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറസി സ്കിൽ, പാറ്റേൺ റിക്കഗ്നീഷൻ ആൻഡ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡേ 3ലും അതേപോലെ തന്നെ ഡേ 4ലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം റിവിഷൻ തന്നെയാണ്. എത്രത്തോളം സമയം നിങ്ങൾക്ക് റിവിഷനായി ഡിവോട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഡേ 5 ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ റിവിഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡേ 5ല് ടെക്നോളജി, ഇൻവെൻഷൻ, ഇന്നോവേഷൻ ആൻഡ് ഡിസ്കവറീസ്, എൻവിറോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ് ട്രീറ്റീസ്, അതേപോലെ UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്. ഇത് വളരെ ബേണിംഗ് ആയിട്ടുള്ളതാണ്. റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ച് പഠിക്കുക. ഡേ 6ലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്സ് മുതലായ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡേ 7ലേക്ക് പ്രവേശിച്ചാൽ കൾച്ചർ, ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ്, അതേപോലെ ഈവൻസ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. കാരണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് നിങ്ങൾക്ക് മോർണിംഗില് ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ, അതായത് ടീച്ചിങ് യൂട്യൂബ് ചാനലിലാണ്, അതിലാണ്. അപ്പൊ ആ ചാനലില് നിങ്ങൾക്ക് ഡെയിലി മോർണിംഗില് ഫ്രീ ആയിട്ട് കറന്റ് അഫയേഴ്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്നും കുറച്ച് ഇൻഫർമേഷൻസ് കൂടി ആഡഡ് ആയി ലഭിക്കുന്നതാണ്. ഡേ 8ലേക്ക് നിങ്ങൾ കടന്നാൽ അവിടെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിന്റെ ഫസ്റ്റ് ഏരിയ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. എഡ്യൂക്കേഷണൽ ഫിലോസഫി, അത് ബേസിക് ആയിട്ടുള്ള അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അവിടെ വരുന്നത്. കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഫാക്ടുകൾ അന്ന് അതായത് ഡേ 8ൽ നിങ്ങൾ പഠിക്കുക. കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്, ടീച്ചേഴ്സ് റോൾ, ഫ്രീഡം, ഡിസിപ്ലിൻ, ഡെമോക്രാറ്റിക് പെഡഗോഗി മുതലായ കോൺസെപ്റ്റുകൾ ഒന്ന് ഓടിച്ചു നോക്കുക. ഡേ 9ലേക്ക് കയറുമ്പോൾ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം, ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ഹ്യൂമാനിസം, അതുപോലെ റിയലിസം, ഡെമോക്രസി, ക്രിട്ടിക്കൽ പെഡഗോഗി വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക. ഇനി ഡേ 10ലേക്ക് ഞാനത് മണിക്കൂർ ഇട്ടിട്ടില്ല, അത് എൻട്രി വേറൊന്നും കൊണ്ടല്ല ഇടാതിരിക്കുന്നത്. കാരണം അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് അവിടെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ഗാന്ധിജി, ടാഗോർ, ഒരുപാട് സമയം ചിലപ്പോൾ ഒരു ഫുൾ ഡേ തന്നെ നിങ്ങൾക്ക് ഇതിനായി ആവശ്യമായിട്ട് വരും. വിവേകാനന്ദ, പ്ലാറ്റോ, റൂസോ, അതുപോലെ മോണ്ടിസോറി, ഫ്രോബൽ മുതലായ കോൺസെപ്റ്റ്സ് ആണ്. അവരുടെ ഓരോരുത്തരുടെയും കോൺസെപ്റ്റ് എഴുതി വെച്ച് പറ്റുമെങ്കിൽ ഒരു ടാബുലർ, ഇപ്പൊ ഞങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാബുലർ ഫോമിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ടാബുലർ ഫോമാറ്റിലായിരിക്കും പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ടാബുലർ ഫോമാറ്റിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്.
ഡേ 11ലേക്ക് പ്രവേശിച്ചാൽ ഒബ്വിയസ്ലി ഡേ 10ൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ അത് ഡേ 11ലേക്കും കൂടെ നിങ്ങൾക്ക് ക്യാരി ഓവർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ചെറിയ ടോപ്പിക് ഇട്ടത്. വാല്യൂ എഡ്യൂക്കേഷൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, ഹ്യൂമാനിസം ആൻഡ് റിയലിസം ഇതും ടാബുലർ ഫോമാറ്റിൽ പഠിക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇങ്ങനെയുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാസ്റ്റ് ആയ റീഡിംഗ് അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ സ്മാർട്ട് വർക്ക് ആണ് ആവശ്യമായിട്ടുള്ളത് അല്ലെ. അതായത് നിങ്ങൾ ഒരു ടാബുലർ പ്രസന്റേഷൻ ഫോം ചെയ്ത് അതിൽ ഈ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഡേ 12ലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അവിടെ എഡ്യൂക്കേഷൻ, സോഷ്യോളജി തമ്മിലുള്ള റിലേഷൻ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി, അതേപോലെ എഡ്യൂക്കേഷൻ, കൾച്ചർ തമ്മിലുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. അത് നല്ലപോലെ പഠിക്കുക. ഡേ 13ലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു കൾച്ചർ, വേരിയസ് ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൊസൈറ്റി മുതലായ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ 2 ദിവസം ഇട്ടിട്ടുണ്ട്. അതായത് ഡേ 14ഉം 15ഉം നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 2 ദിവസം 6 മണിക്കൂർ വെച്ച് തന്നെ പഠിച്ചാലേ തീരുള്ളൂ. സോഷ്യൽ ചേഞ്ച് എഡ്യൂക്കേഷൻ, സോഷ്യൽ ചേഞ്ച് ഫാക്ടേഴ്സ്, സോഷ്യൽ മൊബിലിറ്റി, അതേപോലെ ഫാക്ടേഴ്സ് ഹിൻഡർ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി മുതലായിട്ടുള്ള ബേണിംഗ് ആൻഡ് സെൻസേഷൻ ആയിട്ടുള്ള കുറച്ചുകൂടെ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അതേറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഡേ 16ലേക്ക് പ്രവേശിച്ചാൽ അവിടെ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് നാഷണൽ ഇന്റഗ്രേഷൻ മുതലായ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഡേ 17ലേക്ക് പോയാൽ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ, അതേപോലെ അക്കൾച്ചറൈസേഷൻ, അതുപോലെ വാല്യൂ ഓറിയന്റേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേഷ്യ, കൾച്ചറൽ ഡെഫ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കുക. ഡേ 18 ഞാൻ റിവിഷന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഡേ 19ലേക്ക് കടന്നാൽ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അവിടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി, മീനിങ്, സ്കോപ്പ്, ഫീൽഡ്സ് ഓഫ് സൈക്കോളജി, അതുപോലെ സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡേ 20ലേക്ക് കടന്നാൽ അവിടെ പേഴ്സണാലിറ്റി അപ്രോച്ച്, സൈക്കോ അനാലിറ്റിക്, ബിഹേവിയറിസ്റ്റിക്, ഹ്യൂമാനിസ്റ്റിക് ആൻഡ് ട്രേറ്റ് അപ്രോച്ച് ആണ് വരുന്നത്. അതേപോലെ മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഡേ 20ൽ നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ വളരെയധികം സിലബസ് ഓരോ ടോപ്പിക്കും എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഫോമിൽ തരുന്നത്. ഡേ 21ലേക്ക് കയറുമ്പോൾ അവിടെ ഇന്റലിജൻസ് ഫാക്ടർ തിയറി, അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 21ൽ പഠിക്കുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഓർത്ത് തന്നെ വെക്കുക. അതേപോലെ മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്, ബിനെറ്റ്, വെഷ്ലർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ 22ലേക്ക് കടന്നാൽ അവിടെ എറിക്സൺ, പിയാഷെ, വൈഗോസ്കി, ലാംഗ്വേജ് സ്ട്രക്ചർ മുതലായവ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ ആസ്പെക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും പഠിക്കാൻ നിങ്ങൾക്ക് ഡേ 20ലാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഡേ 23ലേക്ക് കടക്കുമ്പോൾ അവിടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അവിടെ ഏർലി എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുതലായ കാര്യങ്ങൾ നല്ല ക്രിസ്പായി പഠിച്ചു വെക്കുക. ഡേ 24 എന്ന് പറയുന്നത് NP, ഇപ്പൊ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒന്നാണ് ഈ NP എന്ന് പറയുന്നത് അല്ലെ. NP ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, BPGL, IDSS മുതലായ കാര്യങ്ങൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നിർബന്ധമായും നോക്കി വെക്കുക. ഡേ 25ലേക്ക് കടന്നാൽ ആക്ട്സ് ആൻഡ് ബിൽസ് റിലവന്റ് ടു ഹയർ എഡ്യൂക്കേഷൻ ആണ് അവിടെ വരുന്നത്. അതേപോലെ അത് കുറച്ച് റീസെന്റ് ആയിട്ടുള്ളതും കൂടി നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക. കാരണം നമുക്കറിയാം ഇതൊരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. സോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ ദ സെൻസ് ദാറ്റ് അത്രത്തോളം ടഫ് ഒന്നും ആയിരിക്കില്ല, ഒരു മീഡിയം ലെവലിൽ തന്നെ ആയിരിക്കും വരുന്നത്. എന്നിരുന്നാലും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി ഒന്ന് നോക്കി വെക്കുക. ഡേ 26 എന്ന് പറയുന്നത് ബേസിക്കലി സാക്ഷർ ഭാരത്, RT, DPP, SSA, RMSA, റൂസ മുതലായിട്ടുള്ള പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഡേ 27 എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് MHRD, UGC, NCTE, NCERT,
ന്യൂപ്പ, SCRT, ഡയറ്റ്, CTE ആൻഡ് സൈറ്റ് ആണ്. ഞാനതിന് 6 മണിക്കൂർ, നമ്മളിത് പഠിച്ചു തുടങ്ങിയ 6 മണിക്കൂറിനുള്ളൊന്നും ചിലപ്പോൾ തീർന്നു എന്ന് വരില്ല. കാരണം ഇതൊരു വളരെ വലിയ ഒരു ടോപ്പിക് ആണ്. ഇതിലും നിങ്ങൾക്ക് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ടാബുലർ ഫോർമാറ്റിൽ പഠിക്കുക. ഡേ 28 ഞാൻ വീണ്ടും നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഡേ 29 ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ ആണ്. അതിൻ്റെ അകത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ അതേപോലെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ഫീഡ്ബാക്ക് ടു ലേണേഴ്സ് മുതലായവയാണ് ഞാൻ ഡേ 29 ഇട്ടിട്ടുള്ളത്. ഡേ 30 കടക്കുമ്പോൾ നീഡ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പ്രൊഫഷണൽ അസോസിയേഷൻസ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് മുതലായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായുള്ളത്. ഡേ 31 കയറിയാൽ ടീച്ചിങ് മെത്തേഡ് ആണ്. അതായത് എസെൻഷ്യൽ ടീച്ചിങ് സ്കിൽ എന്തൊക്കെയാ, പിന്നെ മൈക്രോ ടീച്ചിങ് ആരാ കൊണ്ടുവന്ന്, എന്താ മൈക്രോ ടീച്ചിങ്, ഇമ്പോർട്ടന്റ് ആണ്. Then comes method of teaching. Day 32 കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, പിയർ ടീച്ചിങ് മുതലായ കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. നല്ല രീതിയിൽ ബേസ് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. Day 33 എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷണൽ മോഡൽസ് ഓഫ് ടീച്ചിങ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, അഡ്വാൻസ് ഓർഗനൈസർ, കൊഗ്നിറ്റീവ് ഗ്രോത്ത്, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽസ്. ഇതും നിങ്ങൾക്ക് ടേബുലർ ഫോർമാറ്റിൽ പഠിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു മോഡൽ അല്ലെങ്കിൽ 1-2 മോഡൽസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഡേ 34 പ്രവേശിച്ചാൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡിന്റെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഡേൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ് മുതലായ കാര്യങ്ങളും ഇവിടെ പഠിച്ചിരിക്കാം. ഡേ 35 ലേണിംഗ് തിയറീസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. കോഗ്നിറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റീവ് വ്യൂ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് വ്യൂസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ 36 കടന്നാൽ റീഇൻഫോഴ്സ്മെന്റ്, സിറ്റുവേറ്റഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് മുതലായ കാര്യങ്ങൾ, സ്കാഫോൾഡിംഗ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടന്റ്. ഡേ 37 കയറിയാൽ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്. ഹെറിഡിറ്ററി, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, SES, കൾച്ചർ, ജെൻഡർ, എക്സ്പീരിയൻസ്, മോട്ടിവേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് വളരെയധികം പ്ലഗ് ഇൻ ചെയ്ത് പഠിച്ചു വെക്കുക. ഡേ 38 ലേണിംഗ് എൻവിറോൺമെന്റ് ആണ്. ക്ലാസ് റൂം ക്ലൈമറ്റ്, ഹോം എൻവിറോൺമെന്റ്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സോഷ്യോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്. 39 കടന്നാൽ ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതേപോലെ ലേണിംഗ് ഡിഫിക്കൽറ്റി, ലേണിംഗ് ഡിസബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. 40-41 2 ദിവസവും ഞാൻ ടോപ്പിക്സ് സെയിം ആയിട്ടുള്ള തന്നെയാണ് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. സ്ട്രാറ്റജീസ്, ഇൻക്ലൂസീവ് ക്ലാസ് റൂം, നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ ഗിഫ്റ്റഡ് സ്റ്റുഡന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് ഇവാലുവേഷൻ. ഇവാലുവേഷനില് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, റേറ്റിംഗ് സ്കെയിൽ, ഒബ്സർവേഷൻ മുതലായ കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിവിടെ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡേ 40 നിങ്ങൾക്ക് ഇത് മൊത്തം കണ്ടന്റ് പഠിച്ചിട്ട് 41 വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. പക്ഷെ നമ്മൾ അത്ര ഹെക്റ്റിക് ആക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് എൻട്രി ഇവിടെ ഒരുമിച്ച്, അതായത് 2 ഡേറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 42 പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ യൂണിറ്റ് ടെസ്റ്റ്, അസൈൻമെന്റ്, സെമിനാർ മുതലായ കാര്യങ്ങൾ, പോർട്ട്ഫോളിയോ ഇമ്പോർട്ടന്റ് ആണ്. ഡേ 43 പറയുന്നത് ടെർമിനൽ ഇവാലുവേഷൻ ആണ്. അതായത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുതലായ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഡേ 44 എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രേഡിംഗ്, ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നെക്സ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് റെമിഡിയേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 45 കടക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇവിടെ ഞാൻ 3.5 മണിക്കൂറാണ് ആക്ച്വലി ഇട്ടിട്ടുള്ളത്. അതായത് ഇതിന് 2 മണിക്കൂറും ഇതിന് 1.5 മണിക്കൂറും. ഇതിൽ കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, മീനിങ്, കോൺസെപ്റ്റ്, സ്കോപ്പ്, അതേപോലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മുതലായ മേഖലകളാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്.
Day 46 almost 3.5 hours തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അവിടെ നിങ്ങൾ types of communication, oral, written, interpersonal communication, non-verbal communication important ആണ്. Then communication and effective teaching, meaningful learning മുതലായിട്ടുള്ള ടോപ്പിക്സും കവർ ചെയ്യണം. Day 47ലേക്ക് കടന്നാൽ ഇവിടെ കമ്പ്യൂട്ടർ ആൻഡ് ICT ആണ്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് കമ്പ്യൂട്ടറിൻ്റെത്. മെമ്മറി ഡിവൈസ് ഒക്കെ നമുക്കറിയാം, സ്റ്റോറേജ് ഡിവൈസസ്, FOSS എന്താണ്, അതേപോലെ കോമൺ കമ്പ്യൂട്ടർ അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജീസ്. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒന്നാണ്. അത് പഠിക്കാൻ ഇത്ര സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും മണിക്കൂർ ഇട്ടത്. നമ്മളിതൊരു എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫിഗർ ആണ്. ഇതൊക്കെ മീതെയും എന്ത് ചെയ്യാം, ടൈം പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. മാക്സിമം അലോക്കേറ്റ് ചെയ്യുന്ന ആ ഡേ തന്നെ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാനായി ശ്രമിക്കുക. Day 48ലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബേസിക് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, WWW, അതുപോലെ സെർച്ച് എൻജിൻസ്, ഇമെയിൽ, വൈറസ്, ആന്റിവൈറസ്, IT Act 2000, സൈബർ സെക്യൂരിറ്റി മുതലായ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. Day 49ലേക്ക് കടന്നാൽ നിങ്ങൾ വേർഡ് പ്രോസസിംഗ് ആൻഡ് എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, ഏതൊക്കെ ടൂൾസ് ആണെന്നുള്ളത്, പിന്നെ ഇൻസേർട്ടിംഗ് ടേബിൾസ്, പിക്ചർ, സ്പ്രെഡ്ഷീറ്റ്സ്, പവർ പോയിന്റ്, ഫോർമുല ബാർ മുതലായ കാര്യങ്ങളാണ് Day 49ൽ വരുന്നത്. Day 50 എന്ന് പറയുന്നത് ICT എനാബിൾഡ് ആണ്. ലേണിംഗ്, കണ്ടന്റ് പ്രോട്ടോകോൾസ്, അതുപോലെ തന്നെ പോർട്ടൽസ്, പിന്നെ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ MOOC വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. IT at സ്കൂൾ പ്രൊജക്ട്, അത് റിലേറ്റഡ് ആയിട്ട്, അതായത് IT റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. Day 51ലേക്ക് കടന്നാൽ അവിടെ കൊമേഴ്സ്, ഗവേണൻസ്, ബാങ്കിങ് മുതലായിട്ടുള്ള മേഖല, അതേപോലെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വളരെയധികം റെവല്യൂഷണറി ആയി അറൈസ് ചെയ്ത് വരുന്ന ഒന്നാണ് ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കോൺസെപ്റ്റ്. Day 52 എന്ന് പറയുന്നത് ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ, സ്റ്റെപ്സ്, അതേപോലെ ടൈപ്സ് ഓഫ് റിസർച്ച്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് റിസർച്ച്. എല്ലാ ടൈപ്സും നിർബന്ധമായും തന്നെ പഠിച്ചു വെക്കുക. Day 53ലേക്ക് പോയാൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച്, സർവേ, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ, ഡോക്യുമെന്റ് അനാലിസിസ്, ക്വസ്റ്റനെയർ മുതലായ കാര്യങ്ങളാണ്. അതേപോലെ ആക്ഷൻ റിസർച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച്, പിന്നെ ഉള്ളതാണ് APA സ്റ്റൈൽ, പ്ലാഗറിസം മുതലായ കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. Day 54ലേക്ക് കടന്നാൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ന്യൂപ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ വരുന്നത്. പഠിച്ചു വെക്കുക. Day 15ൽ നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് യു ആർ ഗോയിങ് ഫോർ സച്ച് എ പെർട്ടിക്കുലർ പ്രൊഫഷൻ അല്ലേ, അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഹയർ സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ ധാരാളമായി വരാറുണ്ട്. Day 56 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂൾ അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സ്കൂൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ കൗൺസിൽ, സബ്ജക്ട് കൗൺസിൽ, PTA, MPTA എന്നെല്ലാം നമ്മൾ ഈ വലിയ എക്സാംസിന്റെ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഈ MPTA ഒക്കെ അതൊന്ന് പഠിച്ചു വെക്കുക. Day 57ലേക്ക് കയറിയാൽ അവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത് മാനേജ്മെന്റ് ആൻഡ് ഗവേണൻസ്, മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് അറ്റ് വേരിയസ് ലെവൽസ്, പ്രൊവിഷൻസ് ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഗവേണൻസ് ഇമ്പോർട്ടന്റ് ആണ്. Day 58ൽ വരുന്നത് UN and goals of education in India, programs for universal education, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് എന്നുള്ളത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് Day 58ൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. നിങ്ങളുടെ മേജർ പോർഷൻ അല്ല, എല്ലാ പോർഷനും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് Day 59 and 60 ഗോ വിത്ത് യുവർ റിവിഷൻ പ്ലാൻ. അപ്പം ഒന്നും ഒരിക്കലും ഹെക്ടിക് അല്ല. നമ്മൾ വെക്കേണ്ട സ്ട്രാറ്റജി എന്താ? ഓൾവേസ് മെയിൻറ്റെയിൻ യുവർ ഫോക്കസ്, പ്രിപ്പയർ വെൽ, മോക്ക് ടെസ്റ്റ് മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ഓൾവേസ് കീപ് കാം, സ്ലീപ് വെൽ. സോ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്, സ്റ്റഡി പ്ലാൻ ആണ് എൻട്രി ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. നല്ല പോലെ തന്നെ പഠിച്ചു തുടങ്ങുക. യെസ്, ഈ സെറ്റ് ഞാൻ ക്രാക്ക് ചെയ്തിരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇമ്പോസിബിൾ ആയി ഒന്നുമില്ല, എവറിത്തിങ് ഇസ് പോസിബിൾ. എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ.